പ്രിയമുള്ളവരെ, നാം ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് അവൻ്റെ കുടുംബം എന്ന് പറയുന്നത്. മറ്റ് ജീവിവർഗങ്ങളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്ന ഏറ്റവും സവിശേഷമായ ഘടകങ്ങളിലൊന്ന് അവൻ്റെ കുടുംബമാണ്. കുടുംബം എന്നതിൽ മാതാപിതാക്കളും മക്കളും ഇണകളും സഹോദരങ്ങളും ബന്ധുമിത്രാദികളും അങ്ങനെ വിശാലമായ ഒരു തലമുണ്ട്. പരസ്പരം ഇഴചേർന്ന് നിൽക്കുന്ന ആ ഒരു സ്നേഹത്തിൻ്റെയും പരിഗണനയുടെയും ഇഴയടുപ്പങ്ങളിൽ നിന്നാണ് നമ്മുടെ ബന്ധങ്ങൾ ഏറ്റവും ഊഷ്മളമാവുക, ഏറ്റവും മനോഹരമാവുക. പരസ്പരം പരിഗണിക്കാത്ത, പരസ്പരം സ്നേഹിക്കാത്ത, പരസ്പരം മനസ്സിലാക്കാത്ത ബന്ധങ്ങളാണ് എങ്കിൽ യഥാർത്ഥത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബങ്ങൾ പരാജയമായിരിക്കും. ഇറ്റാലിയൻ വിപ്ലവത്തിൻ്റെ തലസ്ഥാനമായി അറിയപ്പെടുന്ന ഫ്ലോറൻസിലെ ഒരു പഴയ കഥ പറയാറുണ്ട്. ഒരു ചെറുപ്പക്കാരൻ, നല്ല ധനാഢ്യനായ കച്ചവടക്കാരനായ ചെറുപ്പക്കാരൻ വിവാഹം കഴിക്കുന്നു. അദ്ദേഹം സാധാരണ ശരാശരി യുവാക്കളുടെ ഒരു വിവാഹ സങ്കല്പം പോലെ വീട് വൃത്തിയാക്കാൻ, ഭക്ഷണം പാകം ചെയ്യാൻ, വസ്ത്രങ്ങൾ കഴുകാൻ, ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെയും ഭാര്യ എന്ന് പറയുന്ന സങ്കല്പത്തിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എല്ലാ ദിവസവും തൻ്റെ തൊഴിലിടത്തേക്ക് പോകുന്നു. മുത്തും പവിഴവും വജ്രവും ഒക്കെ സമ്പാദിച്ചു കൊണ്ടുവരുന്നു. വൈകുന്നേരങ്ങളിൽ വീട്ടിലെത്തിയാൽ ഭാര്യയുമായി ഒരൽപ്പം സല്ലപിച്ച് അദ്ദേഹത്തിൻ്റെതായ ജീവിതത്തിലേക്ക് കടന്നു. അങ്ങനെ കാലം കഴിഞ്ഞു പോയ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് രാജകുമാരൻ കടന്നു വരുന്നുണ്ട്. ഈ രാജകുമാരനും ഈ യുവതിയായ ഈ കച്ചവടക്കാരൻ്റെ ഭാര്യയും തമ്മിൽ വളരെ വേഗം അവർക്കിടയിൽ ഒരു സൗഹൃദം രൂപപ്പെട്ടു. രാജകുമാരൻ ധീരകഥകൾ, വേട്ടയാടാൻ പോയതിൻ്റെ കഥകൾ, പലരെയും യുദ്ധം ചെയ്ത് തോൽപ്പിച്ചതിൻ്റെ കഥകൾ, മല്ലയുദ്ധത്തിൽ മലർത്തിയടിച്ചതിൻ്റെ കഥകൾ ഒക്കെ വിശദീകരിച്ചു. ഇതെല്ലാം ഏറെ താല്പര്യത്തോടു കൂടി സാഗൂതം ഈ യുവതി കേട്ടിരിക്കുകയാണ്. അങ്ങനെ ഇവർക്കിടയിൽ അവർ പോലും അറിയാതെ പ്രണയത്തിൻ്റെയും അനുരാഗത്തിൻ്റെയും ചില നൂലിഴകൾ രൂപപ്പെട്ടു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു പകൽ സമയം ഈ കച്ചവടക്കാരനായ ഭർത്താവ് വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ അദ്ദേഹം കാണുന്ന കാഴ്ച എന്താണ്? സ്വന്തം വീട്ടിൽ തൻ്റെ ഭാര്യയോടൊപ്പം സല്ലപിച്ചു കൊണ്ടിരിക്കുന്ന രാജകുമാരൻ. രാജകുമാരനെ തൻ്റെ വീട്ടിലെ വിരുന്നുകാരനായി കിട്ടിയതിൽ അദ്ദേഹത്തിന് അതിയായ സന്തോഷമുണ്ട്. അദ്ദേഹം തൻ്റെ സമ്പാദ്യപ്പെട്ടിയിൽ നിന്ന് മുത്തും പവിഴവും ഒക്കെ പുറത്തെടുത്തു. രാജകുമാരനോട് ഇഷ്ടമുള്ളത് എടുത്തുകൊള്ളാൻ ആവശ്യപ്പെട്ടു. പക്ഷെ രാജകുമാരൻ പറഞ്ഞു, എനിക്കിതിൻ്റെ ആവശ്യമില്ല, ഇനി ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പരിചാരകനെ പറഞ്ഞേക്കാം. അങ്ങനെ ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കെ ഈ കച്ചവടക്കാരൻ്റെ ഭാര്യ അവർക്ക് ചായയുമായിട്ട് വരികയാണ്. ചായ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ ഈ കച്ചവടക്കാരൻ്റെ ഭാര്യയുടെയും ഈ രാജകുമാരനെയും കണ്ണുകൾ പരസ്പരം ഉടക്കുന്നത് കച്ചവടക്കാരൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു. അവർക്കിടയിലെ പരിണയത്തിൻ്റെ, അനുരാഗത്തിൻ്റെ ആ വൈകാരിക തലം തിരിച്ചറിഞ്ഞ കച്ചവടക്കാരൻ രാജകുമാരനോട്, നാം യുദ്ധം ചെയ്യേണ്ടി വരും. നീ ഇപ്പോൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ ഭാര്യയാണ്. എൻ്റെ കയ്യിൽ പക്ഷേ മൂർച്ചയേറിയ നല്ല ആയുധങ്ങളില്ല, നിൻ്റെ കയ്യിൽ നല്ല ആയുധങ്ങളുണ്ട്. അങ്ങനെ അവർ യുദ്ധം ചെയ്യാൻ ആരംഭിച്ചു. ഒട്ടും താമസിയാതെ രാജകുമാരൻ്റെ വാള് താഴെ വീണു. അപ്പോൾ കച്ചവടക്കാരൻ തൻ്റെ കയ്യിൽ നിന്ന് കടാര പുറത്തെടുത്തു. രാജകുമാരൻ നല്ല മുത്തുപതിച്ച പിടിയൊക്കെയുള്ള കടാര പുറത്തെടുത്തു. രണ്ടുപേരും വീണ്ടും യുദ്ധത്തിലേർപ്പെട്ടു. താമസിയാതെ രാജകുമാരനെ മലർത്തിയടിച്ച് രാജകുമാരനെ വധിക്കുകയാണ് കച്ചവടക്കാരൻ. ഈ വധം നടന്നു കഴിയുമ്പോൾ ഈ കച്ചവടക്കാരൻ്റെ ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ ഇത്രയും ധീരനായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇത് കേട്ട ഉടനെ ഈ കച്ചവടക്കാരൻ തൻ്റെ ഭാര്യയോട് പറഞ്ഞു, നീ എത്രയും സുന്ദരിയായിരുന്നു എന്ന് ഞാനും അറിഞ്ഞില്ലല്ലോ. ഒരു രാജകുമാരന് പ്രണയിക്കാൻ മാത്രം സൗന്ദര്യം നിനക്കുണ്ടായിരുന്നു എന്ന്. അങ്ങനെയാണ് പലപ്പോഴും നമ്മുടെ ഒരു നാടൻ ഭാഷയുണ്ടല്ലോ, സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം അറിയണമെങ്കിൽ അയൽവാസിയുടെ ജനൽപ്പാളിയിലൂടെ കാണണമെന്നാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഭാര്യാഭർത്താക്കന്മാർക്കിടയിലുള്ള ഇവിടെ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, അവർക്കിടയിൽ രൂപപ്പെടേണ്ടിയിരുന്ന ആ ഒരു സ്നേഹത്തിൻ്റെയും പരിഗണനയുടെയും പരസ്പരമുള്ള പങ്കുവെക്കലിൻ്റെയും ഒക്കെ ഇടയിൽ വല്ലാത്ത ഒരു അകൽച്ച സംഭവിച്ചു. വിശുദ്ധ ഖുർആൻ്റെ ഭാഷയിൽ ഒരു
വർത്തമാനമുണ്ട്. ഒരുപക്ഷെ ഏറ്റവും മനോഹരമായ ഉപമ എന്ന് പറയാൻ കഴിയുന്ന ഇണകളെക്കുറിച്ച്, ഭാര്യമാരെക്കുറിച്ച് നിങ്ങളുടെ കൃഷിയിടങ്ങളാണ് എന്ന ഒരു പ്രയോഗം. ഒരു കർഷകനും കൃഷിഭൂമിയും തമ്മിലുള്ള ബന്ധം നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരു കർഷകൻ തൻ്റെ കൃഷിഭൂമിയെ പരിഗണിക്കുന്നില്ലെങ്കിൽ ആ കൃഷിഭൂമിയിൽ കളകൾ മുളച്ചു പൊന്തും. അതേസമയം ആ കർഷകൻ കൃഷിഭൂമിയെ പരിഗണിക്കുകയാണെങ്കിൽ അതിൽ വിതയ്ക്കുന്ന വിത്തുകളിൽ നിന്ന് ഏറ്റവും നല്ല വിളവ് അദ്ദേഹത്തിന് ലഭ്യമാകും. എന്നാൽ ആ മണ്ണിൻ്റെ സംഗീതം അദ്ദേഹത്തിന് അനുഭവിക്കാൻ കഴിയും. എല്ലാ ആസ്വാദ്യതകളും ആ മണ്ണിൽ മനോഹരമായി കൺകുളിർമയാർന്ന ആസ്വാദനങ്ങളുണ്ടാകും. നാം തന്നെയും നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തെ ഒന്ന് സമീപിച്ച് നോക്കിയാൽ ഒരാഴ്ച കാലം നമ്മൾ പരിഗണിക്കാതിരുന്നാൽ പുല്ല് പിടിച്ച് കാട് കയറുന്ന അവസ്ഥ നമുക്ക് കാണാം. ഇതല്ലേ ഒരു കർഷകനും കൃഷിഭൂമിയും തമ്മിലുള്ള ബന്ധവും? നല്ല വിത്ത് വിതച്ചാൽ, നല്ല പരിഗണനകളുണ്ടായാൽ, നല്ല സംഗീതാത്മകമായി, താളാത്മകമായി ആ ഭൂമിയെ ആസ്വദിക്കാൻ കഴിയുന്ന ഒന്ന് എന്നതുപോലെ നമ്മുടെ കുടുംബജീവിതങ്ങൾ മനോഹരമാകും. പരസ്പരമുള്ള ചേർന്ന് നിൽക്കലുകളിൽ, പരസ്പരമുള്ള ഇഴയെടുപ്പുകളിൽ, പരസ്പരമുള്ള സഹകരണങ്ങളിൽ എല്ലാ സഹോദരങ്ങൾക്കും നല്ല ഒരു കുടുംബജീവിതം, നല്ല ആസ്വാദ്യകരമായ, അനുഭൂതിദായകമായ, മനോഹരമായ, വർണ്ണരാജികൾ പെയ്തിറങ്ങുന്ന സുന്ദരമായ കുടുംബങ്ങളുണ്ടാകട്ടെ എന്ന് ഹൃദ്യമായി ആശംസിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.